ഡൂഡ് 2025 ഇറങ്ങുന്നതിന് പകരം വേറെ ഏതെങ്കിലും കൊല്ലം ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങേണ്ട സിനിമയായിരുന്നു. മൊത്തത്തിൽ സിനിമ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി കുറേ ക്രിഞ്ച് അവിടെ ഇവിടെയൊക്കെ അടിച്ചു. എല്ലാവർക്കും അങ്ങനെ ആവണം എന്നൊരു നിർബന്ധമില്ല. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് ഈ സിനിമയുടെ കഥയിൽ നായകൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗിയാണ്. അദ്ദേഹത്തിന് ഒരു കുട്ടീനെ ഇഷ്ടമാണ്, ആ കുട്ടിക്ക് വേറൊരാൾ ഇഷ്ടമാണ്. ആൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ പണയം വയ്ക്കുന്ന ഒരു നായകൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ മാക്സിമം ഇതൊക്കെ വേണോ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ലൈന് പോവുക എപ്പോഴും. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ നായകനാണെങ്കിൽ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടിട്ട് ഇറങ്ങിയേക്കാണ് ഞാൻ എന്താ പറയുക ഇതൊക്കെ ചെയ്യും. പിന്നെ ഈ സിനിമയിൽ കുറച്ച് നല്ല സോഷ്യൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ ഒരു കൊണ്ടുപോയ ലൈനാണ് ഇഷ്ടപ്പെടാഞ്ഞത്. മൊത്തത്തിൽ സിനിമ ഈസ് ഓക്കെ. നിങ്ങൾക്ക് ഈ സിനിമേനെ പറ്റി അല്ലെങ്കിൽ പെർഫോമൻസിനെ പറ്റി കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനകത്തൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.